2018 റിലീസ് ചെയ്ത ഒരു ബ്രിട്ടീഷ് ത്രില്ലർ ഡ്രാമയാണ് ദ ബോട്ട്. പല വിധത്തിൽ പ്രേതം പിടിച്ചത് കണ്ടിട്ടുണ്ടല്ലേ? പക്ഷേ ഒരു ബോട്ടിനെ പ്രേതം പിടിച്ചത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ബോട്ടാണ് ഈ മൂവിയിലുള്ളത്. അതറിയാതെ ആ ബോട്ടിൽ പെട്ടുപോയി പെടാപ്പാട് പെടുന്ന നമ്മുടെ നായകനും. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. സെയിലർ എന്നാണ് അവന്റെ പേര്. നേരം വെളുത്തതേ അവൻ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കടവിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന അവന്റെ ബോട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം ബോട്ടും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി നേരെ കടലിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ അല്പസമയം മുന്നോട്ടേക്ക് ചെന്നിട്ട് ഒരിടത്തായിട്ട് ബോട്ട് നിർത്തിക്കൊണ്ട് അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നായിരുന്നു അവന്റെ മുന്നിലായിട്ട് വലിയൊരു മൂടൽമഞ്ഞുണ്ടാകുന്നത്. മൂടൽമഞ്ഞ് എന്ന് വെച്ചാൽ മുന്നിലുള്ള ഒരു വകയും കാണാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള മൂടൽമഞ്ഞ്. ഷെടാ, ഇതിപ്പോ എങ്ങനെ ഇത്രയും മഞ്ഞ് പെട്ടെന്ന് വരുന്നത്? അവനാകെ വണ്ടറടിച്ച് ചുറ്റിനും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ബോട്ട് ചെന്ന് എന്തിനോ ശക്തമായിട്ട് ഇടിക്കുന്നത്. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇനി വല്ല പാറയിലാണെങ്കിലും ചെന്ന് ഇടിച്ചത്. മഞ്ഞ് കാരണം ഒരു വക കാണാനും വയ്യ. ഇടിച്ച സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് സമയം വേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ ബോട്ടായിരുന്നു. സെയിലറിന്റെ ബോട്ടിനേക്കാളും വലിയൊരു ബോട്ട്. പക്ഷേ ആ ബോട്ടിന് വെളിയിലായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഹലോ, ആരെങ്കിലും ഉണ്ടോ? അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചെങ്കിലും നോ റെസ്പോൺസ്. ചിലപ്പോ ഇതിനകത്തുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിലും. ബോട്ടിന്റെ സൈഡിലുള്ള ഗ്ലാസ് വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കിയെങ്കിലും അകത്തും അവൻ ആരെയും കാണാൻ പറ്റിയില്ല. അവൻ വേഗം തന്നെ തന്റെ ബോട്ടിന്റെ കയറ് ആ ബോട്ടുമായിട്ട് കെട്ടിയിടുന്നു. ശേഷം രണ്ടും കൽപ്പിച്ച് അതിന്റെ മണ്ടക്കങ്ങ് വലിഞ്ഞു കയറി. മുകളിലേക്ക് കയറിയതേ ആദ്യം തന്നെ അവന്റെ കയ്യിലൊരു ബുക്കാണ് കിട്ടുന്നത്. അതൊന്നും നോക്കിയ ശേഷം അവൻ ആ ബോട്ടിന്റെ ഉള്ളിലേക്ക് നോക്കി ഒന്നുകൂടെ വിളിച്ചു ചോദിക്കുന്നു. പക്ഷേ ഒരു മറുപടിയില്ല. അത് കാരണം ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് അവൻ ആ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നു. മുഴുവൻ സൗകര്യങ്ങളും ഉള്ള ഒരു ബോട്ട്. കിടക്കാനായിട്ട് 2 ബെഡ്റൂം, ടോയ്ലറ്റ്, ആരൊക്കെ ഉപയോഗിച്ചിരുന്ന കുറെ വസ്ത്രങ്ങൾ, പിന്നെ വളരെ വലിയൊരു കിച്ചൺ. കിച്ചണിലാണെങ്കിൽ കഴിക്കാനുള്ള നിറയെ സാധനങ്ങളുണ്ട്. മൊത്തത്തില് ആൾക്കാർ താമസമുള്ളത് പോലെ ഒരു ബോട്ട്. അവിടെ എല്ലാം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെയുള്ള റേഡിയോ ഡിവൈസ് ഇവൻ കാണുന്നത്. സെയിലർ വേഗം ചെന്ന് കൺട്രോൾ റൂമുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോട്ട് ഞാൻ കണ്ടെത്തി, അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനാണ്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? പക്ഷേ അവന് തിരികെ ഒരു മറുപടിയും കിട്ടിയില്ല. ഇനിയിപ്പോ വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? ഇതിനകത്ത് ആരുമില്ലല്ലോ. അവൻ വേഗം തന്നെ തിരികെ പോകാനായിട്ട് മുകളിലേക്ക് ചെല്ലുന്നു. എന്നാൽ അന്നേരമാണ് എട്ടിന്റെ ഒരു പണി കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ അവൻ കെട്ടിയിട്ടിരുന്ന അവന്റെ കൊച്ചു ബോട്ടില്ലേ, അത് കാണുന്നില്ല. അവൻ വെപ്രാളത്തോടെ അവിടെ എല്ലാം മൂടി നടന്ന് തന്റെ ബോട്ട് തിരയുന്നു. പക്ഷേ ബോട്ട് പോയിട്ട് അത് കെട്ടിയിട്ടിരുന്ന കയറ് പോലും കാണാനുണ്ടായിരുന്നില്ല. അവൻ വേഗം തന്നെ വീണ്ടും ബോട്ടിനകത്തേക്ക് ഓടുന്നു. ശേഷം അതിനകം മുഴുവൻ തപ്പി ഒരു ബൈനോക്കുലർ കിട്ടിയതും അതുമായിട്ട് വീണ്ടും മുകളിലേക്ക് വരുന്നു. ബൈനോക്കുലർ വെച്ച് ചുറ്റിനും തന്നെ ബോട്ട് തിരയുകയാണ് അവൻ. പക്ഷേ കട്ട മഞ്ഞല്ലേ, ഒരു വക കാണാൻ വയ്യ. ഇനിയിപ്പോ എന്തു ചെയ്യാനാ? പോയതോ പോയി. കയ്യിലൊരു വലിയ ബോട്ട് ഇരിക്കുമല്ലേ. അവൻ വേഗം ചെന്ന് അത് ഉണക്കി നോക്കിയപ്പോഴോ പണ്ടാരം അത് സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ഇപ്പോ സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിനുമുണ്ടായിരുന്ന മഞ്ഞൊക്കെ മാറിയിട്ട് അന്തരീക്ഷം നല്ല രീതിയിൽ തെളിയിട്ടുണ്ട്. പക്ഷേ എത്ര നേരം വെച്ച് എങ്ങനെ ഇരിക്കുന്നത്? ഇവിടുന്ന് പുറത്തു പോയല്ലേ പറ്റൂ. അതിനു വേണ്ടി ഒരു മാപ്പൊക്കെ വെച്ചിട്ട് അവൻ പോകേണ്ട ദിശയെല്ലാം കണക്ക് കൂടുകയാണ്. ശേഷം മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബോട്ടിന്റെ സ്റ്റിയറിംഗിൽ ഉണ്ടായിരുന്ന കോമ്പസിനടുത്തേക്ക് വന്നപ്പോഴോ ദേ കോമ്പസ് ചത്തിരിക്കുന്നു. അത് കാരണം ഏത് ദിശയിലേക്കാണ് ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. അവൻ വീണ്ടും നേരത്തെ കിട്ടിയ ബൈനോക്കുലർ എടുത്ത് ചുറ്റിന് നോക്കാൻ തുടങ്ങി. ചെറിയ ബോട്ടുകളോ വള്ളങ്ങളോ വലിയ കപ്പലുകളൊക്കെ പോകുകയാണെങ്കിൽ കാണാൻ പറ്റുമല്ലോ. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. അത് കാരണം അവൻ വീണ്ടും തിരികെ ബോട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ബാത്റൂമിന്റെ ഡോറ് പടാന്ന് വന്ന് അടയുന്നത്. അതിനി ആരെങ്കിലും പിടിച്ചടച്ചതാണോ അതോ കാറ്റ് വന്ന് തനിയെ അടഞ്ഞതാണെന്നൊന്നും ഒരു പിടുത്തമില്ല. സംശയം തോന്നിയ അവൻ ചെന്ന് ബാത്റൂമിന്റെ ഡോറ് അതുപോലെ തുറന്നു നിൽക്കുന്നു. ശേഷം വീണ്ടും നേരെ മുകളിലേക്ക് തന്നെ പോകുന്നു. ബോട്ടിന്റെ മുകളിലുണ്ടായിരുന്ന പായ്മരമില്ലേ, അതിനടുത്തേക്കാണ് ചെല്ലുന്നത്. എഞ്ചിൻ വർക്ക് ചെയ്യാതെ എന്തായാലും ബോട്ട് ഓട്ടിക്കാൻ പറ്റില്ല. പക്ഷേ പായ്മരം നൂത്ത് വെച്ചാല് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ബോട്ട് ഓട്ടിക്കാൻ പറ്റും. ആ ബുദ്ധി വന്നതും അവൻ വേഗം തന്നെ പായ്മരം നൂത്ത് വെക്കുന്നു. അതോടെ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ബോട്ട് നല്ല വേഗത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. അന്നേരമാണ് അവനൊന്ന് സമാധാനമായത്. ഇനിയിപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ. കയ്യിലുള്ള മാപ്പൊക്കെ വെച്ച് സൂര്യൻ ഇരിക്കുന്ന ദിശയൊക്കെ നോക്കിയിട്ടാണ് അവൻ പോകുന്നത്. പക്ഷേ അല്പനേരം കഴിഞ്ഞ് മാപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് താൻ പോയിക്കൊണ്ടിരിക്കുന്ന ദിശ തെറ്റാണെന്ന് അവൻ മനസ്സിലായത്. അത് മനസ്സിലാക്കിയത് അവൻ അപ്പോൾ തന്നെ വേഗം ചെന്നിട്ട് പായ്മരത്തിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് ബോട്ട് തിരിച്ച് ശരിയായിട്ടുള്ള ദിശയിൽ പോകാൻ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാറ്റിന്റെ ശക്തിയും കുറഞ്ഞുപോയി. കാറ്റുണ്ടെങ്കിലല്ലേ പായ്മരം വർക്ക് ചെയ്യൂ. അതോടെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ അവിടെ തന്നെ നിന്നുപോയി. ഇനിയിപ്പോ ആകെയുള്ള ഒരേ വഴി എന്ന് വെച്ചാൽ എഞ്ചിൻ ശരിയാക്കുക എന്നതാണ്. കുറച്ചു നേരം ഒന്ന് കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു അവനത് ശരിയാക്കാൻ. എന്തായാലും അവസാനം അത് ഓക്കെ ആയി. അങ്ങനെ ഇപ്പോ നമ്മുടെ ബോട്ട് വീണ്ടും പതിയെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ചു
കുറച്ചുനേരം പുറത്തിരുന്ന് ചുറ്റുമൊന്ന് നോക്കിയ ശേഷം അവൻ വീണ്ടും ബോട്ടിനകത്തേക്ക് വരുന്നു. റേഡിയോ സിസ്റ്റത്തിനടുത്തേക്കാണ് വരുന്നത്. സിഗ്നൽ കിട്ടുന്നുണ്ടെന്ന് അറിയാനായിട്ട് അവൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ നോ പ്രയോജനം. അവന് നല്ല ദേഷ്യവും നിരാശയും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അല്പനേരം കഴിഞ്ഞിട്ട് അവന് യൂറിൻ പാസ് ചെയ്യാനായിട്ടൊരു വൈക്ലഭ്യം. വിശാലമായ കടലിങ്ങനെ നീണ്ടുവരന്ന് കിടക്കുമല്ലേ, പിന്നെ എന്തിനാണ് വെറുതെ ബാത്റൂമിലൊക്കെ പോകുന്നത്? അവൻ വേഗം ചെന്ന് ബോട്ടിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് കടലിലേക്ക് യൂറിൻ പാസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് പായ്ക്കപ്പലിന്റെ ഒരു ഭാഗം തിരിഞ്ഞു വന്ന് അവനെ ഒരു ഒറ്റ ഇടി. എന്തോ ഭാഗ്യത്തിന് കടലിൽ വീണില്ല. വീണില്ല എന്ന് പറഞ്ഞ് കമ്പയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. ഒടുക്കം ഓരോ വിധത്തിൽ പിടിച്ചു വലിച്ച് ആൾ ബോട്ടിനുള്ളിലേക്ക് കയറി. കടലിലെങ്ങാണം വീണ് പോയിരുന്നെങ്കിൽ ബോട്ട് നിന്റെ പാട്ടിന് പോയാനെ അവന് കടലിൽ കിടക്കേണ്ടി വന്നാനെ. എന്തായാലും ഇനിയൊരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവൻ നേരെ ബാത്റൂമിലേക്കാണ് വരുന്നത്. അവിടെ ചെന്ന് സമാധാനത്തോടെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ ഡോറ് തനിയങ്ങ് അടയുന്നത്. പക്ഷേ അവനത് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. ചിലപ്പോ കാറ്റോ നടന്നതാകും. പക്ഷേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. എന്താന്ന് വെച്ചാ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. എങ്ങനെയോ ഒന്ന് ലോക്കായി പോയി. അവൻ പഠിച്ച പണി 18 എടുത്ത് തുറക്കാൻ നോക്കുന്നു. സമയം കഴിയുന്തോറും അവന്റെ ടെൻഷനും ഇങ്ങനെ കൂടി വരുവാണേ. ആ പൂട്ട് തുറക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പോക്കറ്റിലേക്ക് തപ്പി നോക്കിയപ്പോഴാണ് അവനൊരു കോയിൻ കിട്ടുന്നത്. അത് വെച്ച് ലോക്കിന്റെ സ്ക്രൂ ഇളക്കാനാണ് അവൻ നോക്കിയത്. പക്ഷേ നോ പ്രയോജനം. പിന്നീട് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഷെൽഫ് തുറന്നപ്പോഴോ അതിന്റെ ഉള്ളിലുള്ള രക്തക്കറ കണ്ട് അവനത് ഞെട്ടി. രക്തം പുരണ്ട ആരുടെ വിരൽപ്പാട്. എങ്കിലും അധിക നേരം അവൻ അതിലേക്ക് നോക്കി നിൽക്കാതെ കയ്യിൽ കെട്ടിയ ഒരു കത്രിക എടുക്കുന്നു. അത് വെച്ച് പല രീതിയിലും ലോക്ക് ഇളക്കാൻ നോക്കി. പക്ഷേ ആ പൂട്ടൊന്നും അനങ്ങുന്നത് കൂടിയില്ല. ഇനി എങ്ങനെ പുറത്തിറങ്ങുമെന്നറിയാതെ ആകെ ഒരു ടെൻഷനിലിരിക്കുമ്പോഴാണ് പുറത്തുള്ള ആ റേഡിയോ സിസ്റ്റം ഇല്ലേ, അതിൽ നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നത്. ഇത് കാർഗോ കപ്പലിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബോട്ട് അവിടുന്ന് മാറ്റണം. വേഗം ബോട്ട് മാറ്റിയില്ലെങ്കിൽ അത് കപ്പലുമായിട്ട് കൂട്ടിയിരിക്കും. അനൗൺസ്മെന്റ് കേട്ടതും അവൻ സംശയത്തോടെ വേഗം വന്ന് വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നു. അപ്പതേ വലിയൊരു ചരക്ക് കപ്പൽ തന്റെ ബോട്ട് ലക്ഷ്യമാക്കി വരുന്നു. എത്രയും പെട്ടെന്ന് ബോട്ട് മാറ്റിയില്ലെങ്കിൽ അത് കപ്പലുമായിട്ട് കൂട്ടിയിരിക്കും. അത് കണ്ടതേ അവൻ വെപ്രാളത്തോടെ ഓടി വന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ച് പൂട്ട് തകർക്കാൻ നോക്കുവാണ്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് പൂട്ട് പൊളിക്കാൻ പറ്റുന്നില്ല. അവസാനം ചവിട്ടി തുറക്കാൻ വരെ നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും പൂട്ട് തുറക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടതും അവൻ താനിട്ടിരിക്കുന്ന ഷർട്ട് ഊരിയെടുത്തുകൊണ്ട് വിൻഡോ വഴി പുറത്തേക്ക് ആ കപ്പലിലുള്ളവരെ ഉയർത്തി കാണിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് കണ്ടതും അവൻ ആ വിൻഡോ വഴി പുറത്തേക്ക് വരെ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതുവഴി തല പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും? മൊത്തത്തില് തല പുകഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവനൊരു ഐഡിയ തോന്നുന്നത്. അവൻ വേഗം തന്നെ വിൻഡോ വഴി തന്റെ കൈ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവിടെ എന്തൊക്കെയോ തപ്പുന്നു. വിചാരിച്ചതുപോലെ തന്നെ കൃത്യം ഒരു കയറാണ് കയ്യിൽ തടഞ്ഞത്. അവൻ വേഗം ആ കയറിന്റെ അറ്റത്തൊരു കുടുക്കിട്ടുകൊണ്ട് അത് നേരെ വെള്ളത്തിലേക്ക് എറിയുന്നു. ശേഷം കുറേശ്ശെയായിട്ട് കയറിന്റെ നീളം കൂട്ടിക്കൊടുത്തതും ആ കയറിന്റെ അറ്റം ചെന്ന് കുടുങ്ങുന്നതാണെങ്കിൽ ബോട്ടിന്റെ വീലിലായിരുന്നു. അതായിരുന്നു അവന് വേണ്ടത്. അങ്ങനായാല് ബോട്ടിന്റെ വേഗതയും കുറയും, ദിശയും മാറും. വിചാരിച്ചതുപോലെ തന്നെ കയർ വന്ന് കുടുങ്ങിയതും ബോട്ടിന്റെ ദിശ മാറുന്നു. പക്ഷേ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാ കയറിന്റെ മറ്റേ അറ്റം അവന്റെ കയ്യിലായിരുന്നല്ലോ. കയർ എഞ്ചിനിൽ കുടുങ്ങിയതും അതിന്റെ മറ്റേ അറ്റം അവന്റെ കഴുത്തിലായിരുന്നു കുടുങ്ങിപ്പോയത്. അതും നല്ല ശക്തിയില്. എഞ്ചിൻ കയറങ്ങോട്ട് വലിക്കുമല്ലേ. അവനാണെങ്കിൽ കഴുത്തിൽ കയർ കുരുങ്ങി മരണവെപ്രാളം അടിക്കുവാണ്. മരണവെപ്രാളത്തില് അവൻ വിൻഡോ വഴി പുറത്തേക്ക് കൈയിട്ടതും അവന്റെ കയ്യിൽ എന്തിന്റെ ഒരു കൊളുത്താണ് തടയുന്നത്. അവൻ വേഗം ആ കൊളുത്തെടുത്ത് കയറിന്റെയും കഴുത്തിന്റെ ഇടയിലേക്ക് കയറ്റി വെക്കുന്നു. ശേഷം അത് വെച്ച് കയറ് വലിച്ചകത്തിക്കൊണ്ട് ഒരു വിധത്തിലാണ് രക്ഷപ്പെടുന്നത്. അതേ സെക്കൻഡിൽ തന്നെയായിരുന്നു ആ വലിയ കപ്പല് ഇവന്റെ ബോട്ടിനെ മറികടന്ന് പോകുന്നത്. ബോട്ടിന്റെ ദിശ മാറിയതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ ഒന്ന് ഉരഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെയിലർ വേഗം വന്ന് വിൻഡോ വഴി പുറത്തേക്ക് എത്തി നോക്കുന്നു. കപ്പൽ ഒരു സൈഡിലേക്കും ഇവന്റെ ബോട്ട് മറ്റൊരു സൈഡിലേക്കുമാണ് പോകുന്നത്. പക്ഷേ ചെറുതായിട്ട് എവിടെ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അകത്തേക്ക് ദേ വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ. സെയിലറിനാണെങ്കിൽ ഇതുവരെ വാതിൽ തുറക്കാനും പറ്റിയിട്ടില്ല. കഴുത്തിലും മുറിവ് പറ്റി, നെറ്റിയിലും മുറിവ് പറ്റി, ആകെ മൊത്തം നാശകോശമായി ഇരിക്കുന്ന അവസ്ഥ. എന്നാൽ പെട്ടെന്നാണ് അവനൊരു ശബ്ദം കേൾക്കുന്നത്. ബോട്ടിന്റെ അകത്തുകൂടെ ആരോ നടക്കുന്നത് പോലൊരു ശബ്ദം. അത് ബാത്റൂം ഡോറിന്റെ തൊട്ട് പുറത്തായിട്ട് വന്ന് നിൽക്കുന്നത് പോലെ. ഹലോ, പുറത്താരെങ്കിലും ഉണ്ടോ? ഹലോ. അവൻ വിളിച്ചു ചോദിച്ചെങ്കിലും മറുപടി ഒന്നും വന്നില്ല. ചിലപ്പോ തനിക്ക് തോന്നിയതായിരിക്കും. അത് മാത്രമല്ല പ്രശ്നം, ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ആണെങ്കിലും പായ്മരം നിവർത്തി വെച്ചേക്കുമല്ലേ. അത് കാരണം കാറ്റിന്റെ വേഗതയ്ക്ക് അനുസരിച്ച് അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ബോട്ട്. എങ്ങനെയാ ബോട്ട് നിർത്താമെന്നുള്ള ചിന്തയായിരുന്നു പിന്നീട് അവന്. കഴുത്തിൽ കയറ് കുരുങ്ങിയ സമയത്ത് അവനൊരു ഹുക്ക് കിട്ടിയിരുന്നില്ലേ. അതിനെപ്പറ്റി ഓർമ്മ വന്നതും ആ കൊളുത്ത് വിൻഡോ വഴി പുറത്തേക്കിട്ട് എങ്ങനെയൊക്കെയോ ആ പായ്മരത്തിന്റെ കയറിൽ പിടിക്കുന്നു. ശേഷം കഷ്ടപ്പെട്ട കയർ അഴിച്ചെടുത്തുകൊണ്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പായ്മരത്തെ ചുറ്റി വെക്കുന്നു. അതോടെ ഓടിക്കൊണ്ടിരുന്ന ബോട്ട് അവിടെ നിന്നു. ഇത്രയും നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അവൻ നല്ലതുപോലെ ക്ഷീണിച്ചു പോയിരുന്നു. ദാഹം തോന്നിയതും വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെയുള്ള പൈപ്പ് തുറന്നു നോക്കിയെങ്കിലും ഒരു തുള്ളി വെള്ളമില്ല. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് ചാകേണ്ടി വരും. അതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോട്ടിന്റെ മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം, ആരോ നടക്കുന്നത് പോലെയും പിന്നെ കയറ് കത്തിക്കൊണ്ട് മുറിച്ചാൽ ഒരു ശബ്ദം ഉണ്ടാകില്ലേ, അതുപോലൊരു ശബ്ദവും. ഷെടാ,
ഇതാരപ്പ അവിടെ? അയാൾക്ക് എന്തോ ചെയ്യുന്നത്? അതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നേരത്തെ ഒരു കയറവൻ വെള്ളത്തിലേക്ക് ഇട്ട് ബോട്ടിന്റെ വീല് കൊടുക്കാൻ നോക്കിയില്ലേ, ആ കയർ ദേ മുറിച്ചിട്ടേക്കുന്നു. അപ്പോ നേരത്തെ കേട്ടത് ഈ കയർ മുറിക്കുന്ന ശബ്ദമായിരുന്നു. ഏതവനാണോ അത്? അവൻ ആ വിൻഡോ വഴി അവിടെ മുഴുവൻ എത്തി നോക്കിയെങ്കിലും ഒരാളെ പോലും കാണാനില്ല. മാത്രമല്ല ഈ ബോട്ട് ഇപ്പോൾ ഓട്ടോ പൈലറ്റ് മോഡിൽ ഏതോ ദിശ നോക്കി പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി തന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന പോലെ അവൻ ആ തറയിലേക്ക് കുത്തിയിരുന്നു. എന്നാൽ അല്പനേരം അങ്ങോട്ട് കഴിഞ്ഞതും ദേ താറ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഈശ്വര, ഇനി ആ കപ്പൽ വന്ന് ഇടിച്ച സമയത്ത് ഓട്ടം വല്ലതും വീണോ? അങ്ങനെയാണെങ്കിൽ ഈ ബോട്ട് മുങ്ങിപ്പോയില്ലേ? അവൻ വെപ്രാളത്തോടെ വിൻഡോ വഴി പുറത്തേക്ക് എത്തി നോക്കുന്നു. പക്ഷേ ബോട്ട് മുങ്ങുന്നതിന്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. അപ്പൊ ഇത് കടൽ വെള്ളമല്ലേ? സംശയത്തോടെ അവൻ അല്പം വെള്ളം കയ്യിൽ കോരിയെടുത്ത് കുടിച്ചു നോക്കിയപ്പോഴോ അത് കടൽ വെള്ളമല്ല, കുടിക്കാനുള്ള നല്ല ശുദ്ധമായ വെള്ളം. ഈ ബോട്ടിൽ വേറെ ആരുണ്ടെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ആ വാതിലൊന്ന് തുറക്കുവോ? എനിക്ക് നിങ്ങളുടെ ഈ കുടിവെള്ളം ഒന്നും വേണ്ട. അവൻ അതങ്ങോട്ട് പറഞ്ഞതും ആ സെക്കൻഡിൽ തന്നെ വെള്ളം മുഴുവൻ വന്ന വഴി തന്നെ തിരികെ പോകുന്നു. ഒന്ന് നാവ് നനയ്ക്കാൻ പോലുള്ള വെള്ളം അവന് കിട്ടിയില്ല. പ്ലീസ് നിങ്ങൾ ആ വാതിലൊന്ന് തുറക്ക്, പുറത്താളുണ്ടെന്ന് എനിക്ക് അറിയാം. അവൻ കെഞ്ചി പറഞ്ഞു നോക്കുന്നു, ദേഷ്യപ്പെട്ട് നോക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു റെസ്പോണ്ടും ഇല്ല. വീണ്ടും സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കുറച്ചു സമയം കഴിഞ്ഞതും ബാത്റൂമിനുള്ളില് വീണ്ടും വെള്ളം നിറയാൻ തുടങ്ങി. നല്ല ദാഹമുണ്ടായതുകൊണ്ട് തന്നെ ഇത്തവണ അവൻ വഴക്കിനൊന്നും നിന്നില്ല. അല്പം വെള്ളം കോരിയെടുത്ത് വായിലേക്ക് വെച്ചതും അതുപോലെ തന്നെ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. കാരണം ഇത് കടൽ വെള്ളമായിരുന്നു. അങ്ങനെയെങ്കിൽ ഏതോ ഒരു ദ്വാരം വഴി ബോട്ടിനുള്ളിലേക്ക് കടൽ വെള്ളം കയറുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എപ്പം വേണമെങ്കിലും ബോട്ട് മുങ്ങും. അവൻ വേഗം തന്നെ കയ്യിൽ കിട്ടിയൊരു കുഞ്ഞു കപ്പ് എടുത്തുകൊണ്ട് വെള്ളം മുഴുവനും കോരി വിൻഡോ വഴി പുറത്തേക്ക് കളയാൻ തുടങ്ങി. എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ കോരി കളയുന്നത്? അതിന്റെ ഇരട്ടി വെള്ളമാണ് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ആരോ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ ഇപ്പോഴാ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലോ കടലിനുള്ളിൽ രൂപം കൊണ്ട വലിയൊരു കൊടുങ്കാറ്റിനുള്ളിലേക്കും. അതും മനഃപൂർവ്വം ആ ബോട്ട് ആരോ ആ ഡയറക്ഷനിലേക്ക് തിരിച്ചുവിട്ടതുപോലെ. അതിനുള്ളിലെങ്ങാണ് പെട്ടുപോയുള്ള അവസ്ഥ പറയണ്ടല്ലോ. മഴ, കൊടുങ്കാറ്റ്, ഇടിമിന്നല് എല്ലാത്തിലും കൂടെ പെട്ട് ബോട്ട് കിടന്ന് ആടി ഉലയുകയാണ്. ഇങ്ങനെ പോയാല് ബോട്ട് എപ്പോ വേണമെങ്കിലും തലകീഴായിട്ട് മറിഞ്ഞു പോകാം. അതോടെ തന്റെ കാര്യം ഗോവിന്ദ. നേരത്തെ ഒരു പായ്മരത്തിന്റെ കയറവൻ അഴിച്ചുവിട്ടെങ്കിലും ബാക്കി ഒരെണ്ണം കൂടിയുണ്ട്. അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് കൊണ്ടാണ് കാറ്റത്ത് കിടന്ന് ഈ കപ്പലിങ്ങനെ ആടി ഉലയുന്നത്. അത് മനസ്സിലാക്കിയ സീലർ ആണെങ്കിൽ വേഗം കബോർഡിനുള്ളിലുണ്ടായിരുന്ന ഒരു ബ്ലേഡ് കയ്യിലേക്ക് എടുക്കുന്നു. ശേഷം വിൻഡോ വഴി കൈ പുറത്തേക്കിട്ടുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ആ പായ്മരത്തിന്റെ കയർ അറക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണേ, നല്ല കട്ടിയുള്ള കയറാണ്. കയ്യിലുള്ളതാണെങ്കിൽ കുഞ്ഞൊരു ബ്ലേഡും. അതിന്റെ കൂടെ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒടുക്കത്താട്ടം. അത് കാരണം ഇടയ്ക്ക് കൈയൊന്ന് സ്ലിപ്പായതും ബ്ലേഡ് പൊത്ത് നേരെ അവന്റെ വിരലിലേക്കാണ് കയറിയത്. ബ്ലഡ് ആണെങ്കിൽ കുടാന്ന് ഒഴുകുവാണ്. എങ്കിലും തോറ്റു കൊടുക്കാൻ മനസ്സിലാതെ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വിധത്തിൽ അവൻ ആ കയറ് മുറിച്ചു മാറ്റുന്നു. അതോടെ പായ്മരം ലൂസായതും അത്രയും സമയം കാറ്റിൽ ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന ബോട്ട് വേഗത കുറഞ്ഞ് അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ രാത്രിയിലെ യുദ്ധത്തിന് ശേഷം നേരം വെളുത്തിരിക്കുകയാണ്. കടലും ബോട്ടും എല്ലാം തികച്ചു ശാന്തം. പക്ഷേ ഇപ്പോ നമ്മുടെ സേലറിന്റെ കഴുത്തന്നെ വെള്ളത്തിൽ നിൽക്കുവാണ്. അതും ഉപ്പുവെള്ളം. ദേഹം മുഴുവനും ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീണത് കാരണം മുറിഞ്ഞിരിക്കുവല്ലേ. മുറിവില് ഉപ്പുവെള്ളം തട്ടിയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ആ വെള്ളത്തിൽ തണുത്ത് മരവിച്ച് ദേഹം മുഴുവൻ നേറി ഒരു പരവുമായിരിക്കുകയാണ് അവൻ. വെള്ളം കയറിയത് കാരണം ബോട്ട് പകുതിയിലധികം വെള്ളത്തിനടിയിലാണ്. ഇന്നലെ രാത്രി മുതൽ ഒറ്റ ഇരിപ്പിരിക്കുവല്ലേ. അത് കാരണം കൈയിലും കാലിലും ഒന്നും രക്തയോട്ടം കൂടിയില്ല. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും അവൻ തന്റെ കൈയും കാലും എല്ലാം ഒന്ന് നിവർത്തി ശരിയാക്കുന്നു. ശേഷം വീണ്ടും ആ ബാത്റൂമിന്റെ ഡോർ ഇടിച്ച് തുറക്കാൻ നോക്കുവാണ്. എവിടെ? അതിനൊരു അനക്കവും ഇല്ല. മാത്രമല്ല ഇപ്പോഴത് ഇടിച്ചു തുറക്കാനുള്ള ശക്തിയും ഇല്ല. എങ്കിലും എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമെന്നുള്ള വാശിയോടെ ശക്തമായിട്ട് അതിലിടിക്കുവാണ്. വെള്ളത്തിന്റെ അടിയിൽ കൂടെ ചെന്ന് കാൽ വെച്ച് ചവിട്ടി തുറക്കാൻ നോക്കുന്നു. പക്ഷേ നടക്കുന്ന കാര്യമല്ല. എന്നാൽ അവൻ തിരികെ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നപ്പോഴാണ് എന്തോ ഒരു ശബ്ദം. എന്ന് വെച്ചാൽ ലോക്ക് എടുക്കുന്നത് പോലെ ഒരു ശബ്ദം. ഇനിയിപ്പോ പുറത്തുള്ള ആള് വാതിലെങ്ങാണ് തുറന്നതായിരിക്കുമോ? അതറിയാനായിട്ട് അവൻ വെള്ളത്തിനടിയിൽ കൂടി ചെന്ന് ആ ബാത്റൂമിനെ ലോക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതും അതേ ഓപ്പണായി. പിന്നെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ഒരു ഒറ്റ ഇടിയായിരുന്നു. അതോടെ വാതിലടക്കം പൊളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്ന് വീണു. പിന്നെ ഒരു നിമിഷം പോലും അതിനകത്ത് നിന്നില്ല. ആളെ വീട് സ്വാമി എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഓട്ടമായിരുന്നു മുകളിലേക്ക്. ഒരു ദിവസം മുഴുവനും ആ ബാത്റൂമിനകത്ത് അടഞ്ഞു കിടന്നതല്ലേ. മുകളിലേക്ക് വന്നപ്പോഴാണ് അവന് നേരെ ചെവി ശ്വാസം വിട്ടതെന്ന് പറയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സമയമില്ല. ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുവല്ലേ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ താനും കൂടെ മുങ്ങിച്ചാവും. അവൻ അപ്പോൾ തന്നെ വീണ്ടും ബോട്ടിനകത്തേക്ക് കയറുന്നു. ശേഷം നേരത്തെ പൊളിഞ്ഞു വീണ ബാത്റൂമിന്റെ ഡോറില്ലേ, അതും എടുത്തുകൊണ്ട് തിരികെ മുകളിലേക്ക് വരുന്നു. എന്നിട്ട് മുകളിലുണ്ടായിരുന്ന 2 ലോക്കറുകൾ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് കയറും കിട്ടി, കുറച്ച് ബോട്ട് ഫെഡറുകളും കിട്ടി. എന്ന് വെച്ചാ ഈ കപ്പലിന്റെ ബോട്ടിന്റെ സൈഡിലേക്ക് തൂക്കിയിടുന്ന എയർ നിറച്ച ബമ്പറുകളാണ്. മറ്റ് ബോട്ടുകളോ കപ്പലുകളോ വന്നിടിക്കുമ്പോൾ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ. അങ്ങനെ ബോട്ട് ഫെൻഡറുകളും വാതിലും കയറും എല്ലാം കൂടി ചേർത്ത് കെട്ടി അതൊരു ചെങ്ങാടം പോലെ ആക്കിയെടുക്കുന്നു. ശേഷം അതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് അതിന്റെ കയറ് ബോട്ടിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് അവൻ വീണ്ടും ബോട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ ചെങ്ങാടത്തിന് പോകുമ്പോൾ കരയിലെത്താൻ എത്ര നാളെടുക്കുന്നെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കിച്ചണിൽ നിന്ന് കിട്ടിയ കഴിക്കാനും കുടിക്കാനും വേണ്ട സകല സാധനങ്ങളും ഒരു സഞ്ചിയിൽ വാരിയെടുക്കുന്നു. അതെല്ലാമായിട്ട് തിരികെ വന്നിട്ട് ആ ചങ്ങാടത്തിലേക്ക് കയറിക്കൊണ്ട് അവൻ അല്പദൂരം മുന്നിലേക്ക് തുഴഞ്ഞു പോയി.
ശേഷം ബോട്ടുമായിട്ട് കൂട്ടിക്കെട്ടിയിരുന്ന ചങ്ങാടത്തിന്റെ കയറ് മുറിക്കാനായിട്ട് തുടങ്ങിയതും എന്തോ ഓർത്തുകൊണ്ട് അവൻ അതിന് മനസ്സ് വന്നില്ല. കാരണം കൺമുന്നിൽ ഇത്രയും വലിയൊരു ബോട്ട് കിടക്കുമല്ലേ, പിന്നെ എന്തിനാണ് താൻ ഈ ചെറിയൊരു ചങ്ങാടത്തിൽ പോകുന്നത്? ഇതിൽ പോയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പിന്നെ അവന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാ ഈ ബോട്ട് ഒരിക്കലും മുങ്ങില്ല. ഒരു പക്ഷേ തന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ഈ ബോട്ടിന് മാത്രമേ പറ്റൂ. ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ വീണ്ടും തിരികെ അതേ ബോട്ടിലേക്ക് തന്നെ വരുന്നു. വന്നിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാ ബോട്ട് നിറയെ വെള്ളമല്ലേ, അതെല്ലാം കൂടി ഒരു ഹോൾ വഴി പുറത്തേക്ക് കളയുകയാണ് ആദ്യം ചെയ്തത്. പക്ഷേ അതുകൊണ്ട് മുഴുവൻ വെള്ളം പുറത്തു പോവില്ല. മുഴുവൻ വെള്ളം കളയണമെങ്കിൽ മോട്ടോർ തന്നെ വേണം. അതിനുവേണ്ടി അവൻ ബോട്ടിൽ നിന്ന് തന്നെ ഒരു ബാറ്ററി സംഘടിപ്പിക്കുന്നു. ശേഷം മോട്ടോർ സെറ്റ് ചെയ്തിട്ട് നമ്മള് കിണറും കുളമൊക്കെ വറ്റിക്കില്ലേ, അതുപോലെ തന്നെ ഒരു ഹോസ് വഴി ബോട്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നു. പിന്നെ ആ വലിയ കപ്പൽ വന്നിടിച്ച സമയത്ത് ബോട്ടിന്റെ സൈഡിലെ ചെറുതായിട്ടൊരു പോറൽ പറ്റിയിരുന്നു. അതുവഴിയാണ് വെള്ളമെല്ലാം അകത്ത് കയറിയതും. അതും അവനൊരു ഫൈബർ ക്ലോത്ത് വെച്ച് സീൽ ചെയ്ത് പശുവൊക്കെ എത്തിച്ച് നല്ല സെറ്റ് ആയിട്ട് ഒട്ടിക്കുന്നു. തുടക്കത്തില് വാക്കി ടോക്കി വഴി അവൻ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ, അവൻ ഒന്നും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു. ഹലോ, ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ ഈ ബോട്ടിൽ പെട്ട് കിടക്കുവാണ്. കറക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്ക്. എന്നാൽ പഴയതുപോലെ തന്നെ മറുഭാഗത്ത് നിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല. പിന്നെ വിശപ്പ് തോന്നിയതും അവൻ കിച്ചണിൽ ഉണ്ടായിരുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് എഞ്ചിനിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ തുടച്ചു മാറ്റിയ ശേഷം ഫ്യൂസായ വയറുകളൊക്കെ റെഡിയാക്കി. എന്നിട്ട് വീണ്ടും അവൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ എഞ്ചിന് ഒരു അനക്കവും ഇല്ല. എഞ്ചിനല്ലേ കുഴപ്പമുള്ളൂ, പായ്മരത്തിന് ഒരു പ്രശ്നവും ഇല്ല. അത് വെച്ച് കാറ്റുള്ള ദിശയിൽ പോകാമെന്ന് കരുതി അതവൻ നിവർത്തിയിടാൻ നോക്കുമ്പോഴാണ് അല്പം ദൂരെയായിട്ട് മറ്റൊരു വലിയ കപ്പൽ അവൻ കാണുന്നത്. അത് കണ്ടതി അവൻ വേറെ ഒന്നും ചിന്തിക്കാതെ വെപ്രാളത്തോടെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ഒരൊറ്റ ചാട്ടം. എങ്ങനെയെങ്കിലും ആ കപ്പലിൽ ചെന്നെത്തണം, അത് മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി നേരത്തെ വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ട് ആ ചങ്ങാടമില്ലേ, അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് ആ കപ്പലിനെ ലക്ഷ്യം വെച്ച് വേഗത്തിൽ തുഴഞ്ഞു പോവുകയാണ്. കയ്യിലുണ്ടായിരുന്ന 2 ഫ്ലെയർ ഗൺ എടുത്ത് പൊട്ടിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും വർക്കാവുന്നില്ല. വലിയ വായിൽ ശബ്ദം വരെ വെച്ച് നോക്കി. പക്ഷേ കപ്പലിലുണ്ടായിരുന്ന ഒരാളെ പോലും അവന് കണ്ടില്ല. എന്നാൽ അന്നേരമാണ് മറ്റൊരു കാര്യം നടക്കുന്നത്. ഇത്രയും നേരം അവൻ വന്ന ബോട്ടില്ലേ, അതിപ്പോൾ തനിയെ സെയിലറുള്ള ഡയറക്ഷനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനെ ലക്ഷ്യം വെച്ച് ഇടിക്കാനായിട്ട് പാഞ്ഞു വരികയാണ്. ഇത്രയും നേരം തന്നെ കൂടെ നിന്നിട്ട് വലിയൊരു കപ്പലിനെ കണ്ടപ്പോൾ അങ്ങോട്ട് ചാടിയില്ലേ, അതിന്റെ കലിപ്പിലാണെന്ന് തോന്നുന്നു. ബോട്ട് വരുന്നത് സെയിലറും കണ്ടിരുന്നു. അത് തന്നെ ലക്ഷ്യം വെച്ചാണെന്ന് മനസ്സിലായതും അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ഒരൊറ്റ ചാട്ടം. ആ സെക്കൻഡിൽ തന്നെ ചങ്ങാടത്തെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് നീ അവിടെ കിടന്ന് ചാവടാന്ന് പറഞ്ഞ് നമ്മുടെ ബോട്ട് അതിന്റെ പാട് നോക്കിപ്പോയി. കപ്പലാണെങ്കിൽ അതിന്റെ വഴിക്കും. ഇപ്പോ അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയിൽ നടുക്കടലിൽ പെട്ട് കിടക്കുകയാണ് നമ്മുടെ സെയിലർ. അങ്ങനെ രാത്രിയായി. ഇപ്പോഴും ആള് വെള്ളത്തിൽ തന്നെ. അതിന്റെ കൂടെ ഐസായി പോകുന്ന രീതിയിലുള്ള തണുപ്പും. ഇങ്ങനെ പോയാല് താൻ വൈകാതെ ചാവുമെന്നവന് മനസ്സിലായി. എന്നാൽ പെട്ടെന്നായിരുന്നു അവനെ പാസ് ചെയ്തുകൊണ്ട് വലിയൊരു സ്രാവ് കടന്നു പോയത്. സെയിലർ ശരിക്കും പേടിച്ചു. സ്രാവിന്റെ കയ്യിൽ കിട്ടിയാൽ തീർന്നില്ലേ. പക്ഷേ അതൊന്നും സ്രാവുകളല്ലായിരുന്നു കേട്ടോ, പഞ്ചപാവൻ ഡോൾഫിനുകളായിരുന്നു. എല്ലാവരും കൂടി അവന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണ്. കുറെ നേരം അതെല്ലാം കൂടി അവന്റെ ചുറ്റും ഇങ്ങനെ വട്ടം വിട്ട് കറങ്ങി നടന്നു. പക്ഷേ പെട്ടെന്നാണ് എന്തോ കണ്ടതുപോലെ എല്ലാം കൂടി അവിടുന്ന് പേടിച്ചോടി പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല, നമ്മുടെ ബോട്ടാണ്. വെള്ളത്തിൽ മറന്നു വെച്ച ആളെ എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അതവന്റെ അടുത്തേക്ക് വന്ന് നിന്ന ശേഷം പായ്മരം കെട്ടിയിരിക്കുന്ന കയറുകളില്ലേ, അതിങ്ങനെ പടപടാന്ന് കിടന്ന് അടിക്കുവാണ്. വന്ന് കേറേർക്ക, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകും എന്ന് പറഞ്ഞേ പറയാത്ത പോലെ. അത് മനസ്സിലായതുകൊണ്ടായിരിക്കാം രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവൻ വേഗം തന്നെ ആ ബോട്ടിലേക്ക് വലിഞ്ഞു കയറുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയാലോ, തണുത്ത് മരവിച്ച് ചാവുന്നതിനേക്കാളും നല്ലതല്ലേ ബോട്ടിൽ കിടന്ന് ചാവുന്നത്. അങ്ങനെ ബോട്ടിനുള്ളിലേക്ക് കയറിയതും അവൻ അകത്തേക്ക് കയറിയിട്ട് അവിടെ മുഴുവൻ ടോർച്ചടിച്ച് നോക്കുന്നു. ആരെങ്കിലും ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ. എന്തായാലും ബോട്ടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇത്രയും നേരം വെള്ളത്തിനകത്ത് കിടന്നതുകൊണ്ട് തന്നെ അവനാകെ ഐസ് പോലെ തണുത്തുറഞ്ഞു കിടന്ന് വിറയ്ക്കുവാണ്. അതുകൊണ്ട് തന്നെ നേരെ ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് മൊത്തത്തിൽ മൂടി പുറച്ചു കിടന്ന് ഉറങ്ങുന്നു. പിറ്റേന്ന് നേരെ വെളുത്തപ്പോഴാണ് ആൾക്ക് ബോധം വരുന്നതും. അവൻ നോക്കുമ്പോൾ നമ്മുടെ ബോട്ട് എങ്ങോട്ടോ ചീറിപ്പാഞ്ഞു പോകുവാണ്. രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കൊണ്ട് ഡോർ തുറക്കാനായിട്ട് അടുത്തേക്ക് ചെന്നപ്പോഴോ ദേ വീണ്ടും ഡോർ ലോക്കായിരിക്കുന്നു. പണ്ടാരം, ഇനി ഇതിനകത്ത് കിടക്കേണ്ടി വരുമോ? ഇനിയിപ്പോ ആ ഡോർ ചവിട്ടാനോ പൊളിക്കാനൊന്നുള്ള ശക്തിയില്ല. ഇനി തനിക്ക് ഒന്നിനും വയ്യുന്ന പോലെ അവൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തോ തുറക്കുന്നതോ അടയ്ക്കുന്നതോ പോലെയൊക്കെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. അതും ആ റൂമിനകത്തുള്ള ബാത്റൂമിനകത്ത് നിന്ന്. എന്താണെന്ന് അറിയാനായിട്ട് അവൻ ബാത്റൂമിനുള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് അതിനകത്തായിട്ട് എമർജൻസി എക്സിറ്റ് പോലെ മറ്റൊരു കുഞ്ഞു ഡോർ അവൻ കാണുന്നത്. ഭാഗ്യത്തിന് അത് ലോക്കായിരുന്നില്ല. അവൻ വേഗം തന്നെ ആ ഡോർ തുറന്നിട്ട് അതിനുള്ളിലൂടെ നുഴഞ്ഞകത്തേക്ക് കയറുന്നു. കുഞ്ഞൊരു സ്പേസ് ആണേ. മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു ലാഡറും പിന്നെ മുകളിലായിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ഡോറും. അവൻ അതിനുള്ളിലേക്ക് കയറിയത് മുകളിൽ കൂടി ആരൊക്കെയോ നടക്കുന്നത് ഓടുന്നത് പോലുള്ള ശബ്ദങ്ങളാണ് അവൻ കേൾക്കുന്നത്. എന്തുവെച്ചാ മുകളിൽ ആരും ഉണ്ടെന്നല്ലേ. മാത്രമല്ല അവൻ അവിടുന്ന് ഒരു കത്തിയും കൂടി കിട്ടുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നിറയെ രക്തവും. എല്ലാം കൂടി കണ്ടതും അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായി. മുകളിലുള്ള ഗ്ലാസ് ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ അതാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ ആകെയുള്ള ഒരു വഴി ഇതാണ്. അതിന്റെ കൂടെ താഴെ കൂടെ അവൻ കയറി വന്നൊരു കുഞ്ഞു ഡോറില്ലേ, ദേ ഇപ്പൊ അതും കൂടി അങ്ങ് അടഞ്ഞുപോയി. ഇപ്പോ താഴേക്ക് പോകാൻ വയ്യ, മുകളിലേക്ക് കയറാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ബോട്ടാണെങ്കിലോ തുടക്കത്തിലെ സെയിലർ വന്ന സ്ഥലമില്ലേ, അതേ പട്ടണത്തിന്റെ തീരത്തേക്ക് അടുത്തുകൊണ്ട്
പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാതെ ചേറി പാഞ്ഞാണ് പോക്ക്. ഈ പോക്കാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുമെന്ന് ഉറപ്പാ. സെയിലർ ആണെങ്കിൽ തുറക്കെന്ന് പറഞ്ഞ് അതിനകത്ത് കിടന്ന് ഉടക്കത്തെ ബഹളം ആര് കേൾക്കാനാ? ഗ്ലാസ് ഡോറിൽ കൂടെ ബിൽഡിംഗുകൾ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ തീരത്തേക്ക് അടുക്കുകയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ആരെങ്കിലും ഈ ബോട്ടൊന്ന് നിർത്തണേ, ഇതെന്നെ കൊല്ലാൻ നോക്കുക പ്ലീസ്, എന്നെ ഒന്ന് രക്ഷിക്ക്. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ അവിടെ കിടന്ന് അലാറി കൂവി നിലവിളിക്കുവാണ്. അമ്മാതിരി സ്പീഡിലാണ് ഈ ബോട്ട് തീരത്തേക്ക് അടുക്കുന്നത്. ഇടിച്ച അവന് ചാവും, ബോട്ട് തരിപ്പണാവും. എന്നാ പെട്ടെന്നാണ് നമ്മുടെ ബോട്ട് ഡ്രിഫ്റ്റ് അടിച്ച് ഒരു തിരിയൊക്കെ അങ്ങ് തിരിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അതിന്റെ ഫോഴ്സില് സെയിലർ ചെന്ന് തലയടിച്ച് വീഴുകയും ചെയ്തു. ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയില്ല. എന്നാ അത്ഭുതമെന്ന് പറയട്ടെ, ബോട്ട് നിന്നതും അടഞ്ഞ വാതിലുകളൊക്കെ തനിയെ അവന്റെ മുന്നിൽ തുറന്നു വരുന്നു. എന്ന് വെച്ചാ അവന് പോകാനുള്ള അനുവാദം കൊടുത്തതുപോലെ. ഇനിയിപ്പോ തനിക്ക് വട്ടായോ അത് ബോട്ടിന് വട്ടായോ? ആദ്യം ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. വിൻഡോ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ബോട്ട് തീരത്തേക്ക് അടുത്തിട്ടുണ്ട്. മാത്രമല്ല അടഞ്ഞ ഡോറുകളെല്ലാം ഇപ്പൊ ഓപ്പൺ ആണ്. ഇതെല്ലാം കണ്ടിട്ട് അവനാണെങ്കിൽ ശരിക്കും ഷോക്ക് ആയതുപോലൊരു നിൽപ്പാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് മുകളിൽ കൂടി വീണ്ടും ആരൊക്കെ ഓടുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. അത് കേട്ടതേ അവൻ അപ്പോൾ തന്നെ ഓടി മുകളിലേക്ക് വരുന്നു. പക്ഷെ അവിടെ ആരുമില്ല. തന്നെ കളിപ്പിക്കുന്നത് ഏതവനാണെങ്കിലും ഇന്ന് അവന്റെ അവസാനമാ. വന്ന കലിപ്പിന് ബോട്ടിൽ നിന്ന് ചാടി ഇറങ്ങി കയ്യിൽ കിട്ടിയൊരു വടിയും എടുത്തുകൊണ്ട് അവൻ അവിടെ മുഴുവൻ ആളത്തപ്പാ തുടങ്ങി. അവിടെ കാണുന്ന സകല ബിൽഡിങ്ങുകളും അവൻ കയറി ഇറങ്ങി നോക്കിയെങ്കിലും ഒരൊറ്റ മനുഷ്യന്മാരെ പോലും കണ്ടില്ല. ആ പ്രദേശമേ മനുഷ്യവാസമില്ലാത്ത പോലാണ് കിടപ്പ്. ആരെയും കാണാഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ബോട്ട് സെയിലറെ കൂടാതെ തീരം വിട്ട് പോകുന്നതാണ്. അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ ഒരു കാഴ്ച. കാരണം ബോട്ട് ഡ്രൈവ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ലല്ലോ. അതെവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ബോട്ട് പോകുന്ന ദിശ നോക്കി പതിയെ അവന് കൂടെ നടക്കുന്നു. കുറച്ചു ദൂരം ആ ബോട്ടിനൊപ്പം അവന് നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒരു ബിൽഡിങ്ങിന്റെ മറവിലേക്ക് വന്നതും പിന്നെ അവന് ബോട്ട് കാണാൻ പറ്റിയില്ല. ദേഹം മൂടി ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കിയപ്പോഴോ ബോട്ടിനെ എവിടെയെങ്കിലും കാണുന്നില്ല. എന്ന് വെച്ചാൽ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായതുപോലെ. അത് കണ്ടപ്പോഴാണ് സെയിലറിനൊരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലായത്. ഇത്രയും നേരം അവൻ സഞ്ചരിച്ചത് ഒരു സാധാരണ ബോട്ടിലല്ല, ഏതോ പ്രേതബാധയുള്ള ഒരു ബോട്ടാണ്, അല്ലെങ്കിൽ അമാനുഷികമായ എന്തോന്ന്. ആ തിരിച്ചറിവിൽ അവൻ ശരിക്കും അന്തം വിട്ടു പോയി. ഇത്രയും നേരം ഒരു പ്രേത ബോട്ടിനകത്തായിരുന്നു ദൈവമേ ഞാൻ കിടന്നത്. അങ്ങനെ ഇപ്പോ ആള് തിരികെ തന്റെ വീട്ടിലേക്ക് പോകുന്ന നേരമാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ ആദ്യമേ തീരത്തുനിന്ന് പോയത് ഒരു കുഞ്ഞു ബോട്ടിനകത്തല്ലേ. ആദ്യത്തെ ഒരു കേടുപാടും കൂടാതെ തീരത്ത് വന്ന് കിടക്കുന്നു. അത് നോക്കി അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ സെയിലറേയും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ബോട്ടിനകത്ത് പ്രേതമുണ്ട്. പണ്ട് ആരോ താമസമുള്ള ഒരു ബോട്ടായിരുന്നു. ചിലപ്പോ ഫാമിലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടായിരിക്കാം. എന്തായാലും ആ ബോട്ടിന്റെ ഓണർ ആത്മഹത്യ ചെയ്തതാണ്. നേരത്തെ അവന്റെ രക്തം പുരണ്ട ഒരു കത്തി കിട്ടിയില്ലേ, ആ കത്തി വെച്ച് സ്വന്തം കഴുത്തറുത്തോ മറ്റോ ആണ് അയാൾ മരിച്ചത്. അതിനുശേഷം അയാൾ ആത്മാവായിരുന്നു ആ ബോട്ടിനകത്തുണ്ടായിരുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഈ നമ്മുടെ സെയിലർ അതിനകത്തുനിന്ന് പെട്ടത്. ആദ്യം ആ ബോട്ട് അവന് ഒന്നും ചെയ്തില്ല. പിന്നീട് എപ്പോഴാണ് പണി തുടങ്ങിയതെന്ന് വെച്ചാൽ അവൻ ബോട്ടിന്റെ പുറത്ത് നിന്ന് യൂറിൻ പാസ് ചെയ്യാൻ നോക്കിയില്ലേ, അതാണ് നമ്മുടെ ബോട്ടിന് ദേഷ്യമായത്. ആ ദേഷ്യത്തിനാണ് അവനെ അടിച്ച് താഴെ ഇടാൻ നോക്കിയതും. പക്ഷേ താഴെ വീഴാതെ അവൻ രക്ഷപ്പെട്ടില്ലേ. എന്നിട്ട് നേരെ ആ ബോട്ടിന്റെ വായിലേക്ക് തന്നെ ചെന്ന് കയറി കൊടുത്തു. അതിനുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് അവനെ ആ ബാത്റൂമിൽ പൂട്ടിയിട്ട് പെടാപ്പാട് പെടുത്തിയത്. ഇടയ്ക്ക് വെച്ച് കഷ്ടപ്പെടുന്നത് കണ്ട് പാവം തോന്നിയിട്ട് കുറച്ച് വെള്ളം വരെ കുടിക്കാൻ കൊടുത്തു. എന്നാൽ അപ്പോഴും ബോട്ടിന് തെറി വിളിച്ചില്ലേ, അതാണ് കൊടുത്ത വെള്ളം അതുപോലെ അങ്ങ് തിരിച്ചെടുത്തതും. പിന്നെ ആ കൊടുങ്കാറ്റിൽ പെട്ടതൊക്കെ മനഃപൂർവ്വം തന്നെ അതിനകത്ത് ഓടിച്ചു കയറ്റിയതാണ്. എല്ലാം നമ്മുടെ സെയിലറിനിട്ടുള്ള പണി തന്നെ. അവസാനം അവർ ഒരു വിധത്തിലെ വാതിലും പൊളിച്ച് പുറത്തു വന്നു. എന്നിട്ട് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൻ ആ ബോട്ടിനോടൊരു വിശ്വാസം വന്നു. തന്നെ രക്ഷിക്കാൻ ഈ ബോട്ടിനെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തോടെ തിരികെ വന്ന അവൻ പിന്നെ ബോട്ടിന് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്തില്ലേ. അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ കളഞ്ഞു. പോറല് വീണ സ്ഥലങ്ങളെല്ലാം പശ വെച്ച് ഒട്ടിച്ചില്ലേ. അങ്ങനെ എല്ലാം നല്ലപടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ബോട്ടിനെ കണ്ട് വീണ്ടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. അപ്പൊ പിന്നെ ഞാൻ എന്നാ പൊട്ടനാന്ന് ബോട്ട് വിചാരിച്ചു കാണും. അതാണ് അവനെ ആ വെള്ളത്തിൽ കളഞ്ഞിട്ട് പോയി കളഞ്ഞത്. കുറച്ച് മണിക്കൂറുകൾ വെള്ളത്തിലിട്ടെങ്കിലും ആള് തിരിച്ചു വന്നില്ലേ. ശേഷം അവനെയും കിട്ടി വീണ്ടും അവിടുന്ന് പുറപ്പെടുന്നു. രണ്ടാമത് വീണ്ടും അവനെ എന്തിനാണ് അതിനകത്ത് പൂട്ടിയിട്ടെന്ന് വെച്ചാൽ ഏകദേശം ബോട്ട് തീരത്തേക്ക് അടുക്കാറായിട്ടുണ്ട്. അതിനുള്ളില് അവൻ വേറെ എന്തെങ്കിലും വള്ളി ഒപ്പിച്ചാലോ, ഇതിനകത്തുനിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കിയാലോ, അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഒരു റൂമിനകത്ത് പൂട്ടിയെങ്ങിട്ടത്. അവസാനം സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കി വിടുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.